നഗരത്തിൽ കോർപ്പറേഷൻ ബിൽഡിംഗിലെ മേൽക്കൂര റോഡിലേക്ക് വീണ സംഭവത്തിൽ മേയറെ ഉപരോധിച്ച് കോൺഗ്രസും ബിജെപിയും. സമരത്തെ തുടർന്ന് മേയർ യോഗം പിരിച്ചുവിട്ടു. വെണ്ടൂരിൽ പുഴുവരിച്ച ഇറച്ചി വിൽപ്പന നടത്തിയ മാംസവിൽപ്പന കട പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ചേർന്ന് അടപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. വരന്തരപ്പള്ളിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കണ്ണാറ സ്വദേശി കുഞ്ഞുമോനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ചരട് വീടിന് പുറകിലുള്ള കുളത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കൊടകര നെല്ലായി ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണം. ഡിവൈഡറിൽ ബൈക്ക് തട്ടി മറിഞ്ഞാണ് അപകടം. ചാലക്കുടി പോട്ട കവല ജംഗ്ഷനിൽ കാറിടിച്ച് വയോധിക മരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം. കൂടുതൽ കുട്ടികൾ ചികിത്സ തേടി. ഉപരോധ സമരം നടത്തിയ BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ദേശീയപാത ആമ്പല്ലൂരിലും കോട്ടയിലും വൻ ഗതാഗത കുരുക്ക്. വാഹനങ്ങൾ കുരുങ്ങിയത് മണിക്കൂറുകളോളം. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവിന്റെ സംസ്കാരം തൃശൂർ മുണ്ടൂരിൽ നടന്നു. വികാരഭരിതനായി ഷൈൻ ടോം ചാക്കോ. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ കോർപ്പറേഷൻ ബിൽഡിംഗിലെ മേൽക്കൂര റോഡിലേക്ക് വീണ സംഭവത്തിൽ മേയറെ ഉപരോധിച്ച് പ്രതിപക്ഷവും BJPയും. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലാണ് തൃശൂർ നഗരത്തിൽ മേൽക്കൂര റോഡിൽ വീണ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മേയറെ ഉപരോധിച്ചത്. പ്രതിപക്ഷം അജണ്ടകൾ കീറിയെറിഞ്ഞു. ഗ്ലാസിൽ കൊട്ടിയും ശബ്ദമുയർത്തിയും ഭരണപക്ഷാംഗങ്ങൾ പ്രതിഷേധക്കാർക്കെതിരെ രംഗത്തെത്തി. പ്രതിഷേധം ശക്തമായതോടെ മേയർ അജണ്ടകൾ പാസാക്കി യോഗം പിരിച്ചുവിടുകയായിരുന്നു. മേൽക്കൂര വീണ സംഭവത്തിൽ മറുപടി പറയാതെ മേയർ ഒളിച്ചോടിയതായും മേയർ രാജിവെക്കണമെന്നും സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. മേയർ രാജിവെക്കണമെന്ന് BJP കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി ആവശ്യപ്പെട്ടു. തുടർന്ന് മേയറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് BJP കൗൺസിലർമാർ പ്രതിഷേധിച്ചു. ഇതേസമയം പ്രതിപക്ഷം സമാന്തര കൗൺസിൽ യോഗം ചേർന്നു. നഗരത്തിൽ മേൽക്കൂര വീണ സംഭവം, ലേണിംഗ് സിറ്റിയുടെ ഭാഗമായ പുസ്തകങ്ങൾ വെച്ച അലമാര എടുത്തുമാറ്റിയ സംഭവം, 21.5 ലക്ഷം രൂപ ചിലവഴിച്ച് സ്ഥാപിച്ച കൊടിമരത്തിൽ ദേശീയ പതാക ഇല്ലാതായ വിഷയം, കാലപ്പഴക്കം വന്ന 271 കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാത്ത അനാസ്ഥ, മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന്റെ തകരാർ എന്നീ 5 വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മേയർക്ക് 5 സ്റ്റാർ പദവി ചാർത്തി നൽകുന്നതായും അലംഭാവരത്ന പുരസ്കാരം മേയർക്ക് പ്രഖ്യാപിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തൃശൂർ നഗരത്തിലെ വികസന നേട്ടങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ കോൺഗ്രസ് കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് മേയർ MK വർഗീസ് കോർപ്പറേഷനിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അജണ്ട വലിച്ചു കീറുക എന്തൊന്നും മര്യാദ. തൃശ്ശൂർ പട്ടണം ഇപ്പൊ പഴയതുപോലെയാണ്. നിങ്ങൾ കറങ്ങി നടക്കുന്ന സ്ഥലങ്ങളല്ലേ. തൃശ്ശൂരിനെ നിങ്ങൾക്ക് നോക്കിക്കാണാൻ അറിയില്ലേ? ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തൃശ്ശൂരിൽ വന്ന മാറ്റം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആ മാറ്റം അംഗീകരിക്കാൻ കോൺഗ്രസിന് എന്താ വിഷമം? BJP എന്താ ഇങ്ങനെ? ഇത് നാട് നന്നാവണ്ടേ? നമ്മുടെ നാടിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകണ്ടേ? ഈ നിയമമൊക്കെ കാറ്റിൽ പരത്തിക്കൊണ്ട് ഇവിടെ വന്ന് ഇതുപോലെ ആഭാസകരമായി ഒരു കൗൺസിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ ചെയ്യുമ്പോൾ അതിനെങ്ങനെ അംഗീകരിക്കുക? സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നർത്ഥം. നമ്മൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്യണം. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന തനി രാഷ്ട്രീയം വേണം. അതൊരു രാഷ്ട്രീയം ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് തൃശ്ശൂരിനെ കുറിച്ച്. 100 കണ്ടിജന്റ് ജീവനക്കാരെ എടുക്കുന്ന നടപടി, 500ഓളം താൽക്കാലിക ജീവനക്കാരുടെ ശമ്പള വർധനവ്, കാർഷിക സർവകലാശാലയിൽ നിന്ന് 43.5 സെന്റ് ഭൂമി കോർപ്പറേഷന് ലഭിക്കൽ, തൃശൂർ നഗരത്തിൽ 110 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കൽ തുടങ്ങിയ അജണ്ടകൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയാണെന്നും മേയർ പറഞ്ഞു. കോൺഗ്രസിന്റെ കോൺട്രാക്ടർ അസോസിയേഷൻ നേതാവാണ് മേൽക്കൂര സ്ഥാപിച്ചത്. അത് പുറത്തറിയാതെ ഇരിക്കാനാണ് പ്രതിപക്ഷ സമരമെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി ആരോപിച്ചു. TCV ന്യൂസ്, തൃശൂർ. വെണ്ടൂരിൽ പുഴുവരിച്ച ഇറച്ചി വിൽപ്പന നടത്തിയ മാംസവിൽപ്പന കട പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ചേർന്ന് അടപ്പിച്ചു. വെണ്ടൂർ യൂണിയൻ സ്റ്റോപ്പിന് സമീപത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അധികൃതർ പൂട്ടിച്ചത്.
ഞായറാഴ്ച രാവിലെ വരാക്കര സ്വദേശി വാങ്ങിയ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയിരുന്നു. സംഭവം അറിഞ്ഞ ഉടമ കടയടച്ച് മുങ്ങുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ കട വീണ്ടും തുറന്നതോടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി കടയുടെ ഷട്ടർ ബലമായി അടച്ച് കുത്തിയിരിപ്പ് സമരം നടത്തി. ഇതിനിടെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വകുപ്പ് അധികൃതരും കടയിലെത്തി പരിശോധന നടത്തി. പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും ജീവനക്കാരുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കിയിട്ടില്ലെന്നും അധികൃതർ കണ്ടെത്തി. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി, പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഈ കടയ്ക്കെതിരെ മുമ്പും സമാന പരാതികൾ ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസ് അളഗപ്പ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സനൽ മഞ്ഞളി, ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് അരിപ്പാലത്തുകാരൻ, പ്രിൻസൺ തയ്യാലക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, പുതുക്കാട്. വരന്തരപ്പിള്ളിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ ഭർത്താവ് അറസ്റ്റിൽ. കണ്ണാറ സ്വദേശി തെങ്ങലാൻ വീട്ടിൽ കുഞ്ഞുമോനെയാണ് വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യയെ 35 വയസ്സുള്ള ദിവ്യയെ ചരടുകൊണ്ട് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. ദിവ്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിന് ഉപയോഗിച്ച ചരട് ഇവരുടെ വീടിന് പുറകിലുള്ള കുളത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ചാലക്കുടി DYSP PC ബിജുകുമാർ, വടന്തരപ്പിള്ളി SHO KP മനോജ്, SI മാരായ അശോക് കുമാർ, പ്രദീപ് കുമാർ, ASI അലീമ, സീനിയർ CPOമാരായ മുരുകദാസ്, സലീഷ് കുമാർ, സജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. കൊടകര നെല്ലായി ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. കയ്പമംഗലം സ്വദേശി 23 വയസ്സുള്ള ഭരത്, തിരുവനന്തപുരം സ്വദേശി 20 വയസ്സുള്ള ഉത്തരേജ് എന്നിവരാണ് മരിച്ചത്. ദേശീയപാതയുടെയും സർവീസ് റോഡിന്റെയും ഇടയ്ക്കുള്ള ഡിവൈഡറിൽ ബൈക്ക് തട്ടി മറിഞ്ഞാണ് അപകടം. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. അപ്പോളോ അഡ്ലക്സ് ആശുപത്രി ക്യാന്റീനിലെ ജീവനക്കാരാണ് ഇരുവരും. ദേശീയപാത ചാലക്കുടി പോട്ട കവല ജംഗ്ഷനിൽ കാറിടിച്ച് വയോധിക മരിച്ചു. തോട്ടേപ്പറമ്പിൽ 78 വയസ്സുള്ള സരോജിനിയാണ് മരിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു. ജോലിക്ക് പോകുന്നതിനെ റോഡ് മുറിഞ്ഞു കടക്കുമ്പോഴായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെമ്മാപ്പിള്ളി ശ്രീരാമൻചിറയ്ക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ചെമ്മാപ്പിള്ളി കായംപിള്ളി ഒടിപ്പറമ്പിൽ മഹേഷ്, ഭാര്യ അനു, മകൾ നിവേദ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിയന്ത്രണം വിട്ട കാർ കലുങ്കിലും മതിലിലും ഇടിച്ച് തലകീഴായി മറിഞ്ഞു. അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. അമിത വേഗതയിൽ വന്ന കാർ കലുങ്കിലിടിച്ച ശേഷം സമീപത്തെ മതിൽ ഇടിച്ചു തകർത്തു. അപകടത്തിൽപ്പെട്ട കാർ തലകീഴായി മറിഞ്ഞു. കാർ ഓടിച്ചിരുന്ന അഴീക്കോട് കിഴക്കേ വളപ്പിൽ പ്രിയേഷിന് പരിക്കേറ്റു. പാണഞ്ചേരി പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും കാൽ വഴുതി വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വടൂക്കര സ്വദേശി ഷമീർ മകൻ 17 വയസ്സുള്ള ഷഹബീനാണ് മരിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണം. കഴിഞ്ഞ ദിവസം പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ പാറയ്ക്ക് മുകളിൽ നിന്നും കാൽ വഴുതി വീണാണ് ഷഹബീനെ ഗുരുതരമായി പരിക്കേറ്റത്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ കൂടുതൽ കുട്ടികൾ ചികിത്സ തേടി. അതേസമയം ഭക്ഷ്യവിഷബാധയുടെ കാരണം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് കൂടുതൽ കുട്ടികൾ ചികിത്സ തേടി വിവിധ ആശുപത്രികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സ്കൂൾ അധികൃതർ ഔദ്യോഗികമായി തന്ന കണക്കിനേക്കാൾ കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെ 54 കുട്ടികളുടെ എണ്ണമാണ് സ്കൂൾ അധികൃതർ നമുക്ക് തന്നത്. 50 കുട്ടികൾ പ്രാഥമിക ചികിത്സ നടത്തിയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചുപോയെന്നും 4 കുട്ടികൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ തുടരുന്നു എന്നുള്ള വിവരമാണ് നമ്മളുമായി സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും മെഡിക്കൽ ഓഫീസറുമെല്ലാം പങ്കുവച്ചത്. എന്നാൽ അതേസമയം ഇപ്പോഴും അതിലും കൂടുതൽ ഈ എണ്ണത്തിനേക്കാൾ കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെയും നിരവധി കുട്ടികൾ വിവിധ ആശുപത്രികളിലേക്ക് ചികിത്സ തേടിയെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ സ്കൂളിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും എല്ലാം സംയുക്ത യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം
എന്തിൽ നിന്നാണ് കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതെന്ന് മനസ്സിലാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതിനുവേണ്ട പരിശോധനകളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. ഉച്ചഭക്ഷണത്തിൽ നിന്നാണോ അതേ സമയം വ്യാഴാഴ്ച കുട്ടികൾക്ക് പാൽ നൽകിയിരുന്നു, ആ പാലിൽ നിന്നാണോ, അതുപോലെ തന്നെ കുടിവെള്ളത്തിൽ നിന്നാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതിൽ നിന്നാണ് കുട്ടികൾക്ക് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും ഉണ്ട്. കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ ചികിത്സയിലുള്ള കുട്ടികളുടെ ആരോഗ്യം തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും കുട്ടികൾ ചികിത്സ തേടി ആശുപത്രികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിലേക്ക് ചികിത്സ തേടിയെത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടും സംഭവം മറച്ചുവെക്കുവാൻ CPM-ഉം കോൺഗ്രസും ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചും BJP പ്രവർത്തകർ സ്കൂളിൽ ഉപരോധ സമരം നടത്തി. സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാലിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം നടക്കുന്നതിനിടയിലാണ് BJP നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയത്. യോഗത്തിൽ CPM കോൺഗ്രസ് നേതാക്കളെ മാത്രമാണ് പങ്കെടുപ്പിച്ചതെന്നും സ്കൂളിന്റെ വീഴ്ച മറച്ചുവെക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് BJP പ്രതിനിധികളെ യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. തുടർന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്കൂൾ കവാടം ഉപരോധിച്ചു. യോഗത്തിനെത്തിയ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഉൾപ്പെടെയുള്ളവർക്കും പുറത്തുപോകാൻ കഴിയാത്ത സാഹചര്യമായി. എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പ്രവർത്തകർ വഴങ്ങിയില്ല. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. അറസ്റ്റിനിടയിൽ പോലീസും നേതാക്കളും തമ്മിൽ ഉന്തും തള്ളും നടന്നത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ദേശീയപാതയിൽ വാഹനങ്ങൾ കുരുങ്ങിയത് 4 മണിക്കൂറോളം. സ്കൂൾ സമയത്ത് നിയന്ത്രണങ്ങൾ പാലിക്കാതെ പായുന്ന ടോറസ് ലോറികൾ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. സമയക്രമം പാലിക്കാൻ വഴിമാറി സർവീസ് നടത്തി സ്വകാര്യ ബസ്സുകൾ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങൾ പാളുന്നു. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ തിങ്കളാഴ്ച 4 മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ടോൾ പ്ലാസ മറികടന്ന് തലോർ മേൽപ്പാലം വരെയും വാഹനനിര നീണ്ടു. പുലർച്ചെ മുതൽ തുടരുന്ന ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് സമയത്തിനെത്താനാകാതെ വിദ്യാർത്ഥികളും യാത്രക്കാരും വലഞ്ഞു. ആംബുലൻസുകൾ ടോൾ പ്ലാസ മുതൽ എതിർദിശയിലൂടെ വന്നാണ് ആമ്പല്ലൂർ മറികടക്കുന്നത്. 1 മണിക്കൂറോളം സമയമെടുത്താണ് സ്കൂൾ ബസ്സുകൾ ആമ്പല്ലൂർ കടക്കുന്നത്. ഗതാഗതക്കുരുക്ക് മറികടക്കാനായി സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും പ്രാദേശിക റോഡുകളെ ആശ്രയിച്ചെങ്കിലും ഇവിടെയും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. സ്കൂൾ സമയത്ത് നിയന്ത്രണങ്ങൾ പാലിക്കാതെ ഓടുന്ന ടോറസുകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ബസ് ഉടമകളുടെ സംഘടന ആവശ്യപ്പെട്ടു. കാരണം ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്, അതുപോലെ സ്കൂൾ വണ്ടികൾ, എല്ലാം വണ്ടി കടന്നു പോകാൻ പറ്റുന്നില്ല. വഴിയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലൈ ഓവറിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു നാരോ മാതിരിയാണ്, 2 വണ്ടികൾക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൂടെ ഇപ്പോൾ സ്കൂൾ ടൈമിൽ ടോറസുകൾ പോകാൻ പാടില്ല. നിരവധി ടോറസുകളാണ് ഇതിൽ വരുന്നത്. അതും ചെറിയ വണ്ടികളല്ല, 40, 50, 60 ടണ്ണ് വെച്ചിട്ടുള്ള ടോറസുകൾ. അതുകൂടി ആയപ്പോൾ ഭയങ്കരമായ ഗതാഗത കുരുക്കാണ്. ഇപ്പോൾ ആമ്പല്ലൂർ മുതൽ പാലിയേക്കര ടോളിൻ്റെ അപ്പുറത്ത് വരെ വണ്ടികളാണ് ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള വിദ്യാർത്ഥികളടക്കം ഉള്ള യാത്രക്കാർക്ക് വളരെ രൂക്ഷമായ ഗതാഗത പ്രശ്നമാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കണം. ആമ്പല്ലൂർ മറികടക്കാനായി വാഹനങ്ങൾ പുലക്കാട്ടുകര കല്ലൂർ റോഡിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഈ റോഡുകളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ദേശീയപാതയിലൂടെ സർവീസ് നടത്തേണ്ട ദീർഘദൂര KSRTC ബസ്സുകളും ചെറു റോഡുകളെയാണ് ആശ്രയിക്കുന്നത്. വരന്തരപ്പിള്ളി കല്ലൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ അടിപ്പാതയിലൂടെ കയറിയാണ് തൃശൂർ റോഡിലേക്ക് എത്തുന്നത്. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ മാത്രം 1 കിലോമീറ്ററിലേറെ കടത്തിവിടുന്നതാണ് ഗതാഗതക്കുരുക്ക് ഒഴിയാത്തതിന്റെ കാരണം. അധികൃതർ ഇടപെട്ട് ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV പുതുക്കാട്. വ്ളോഗർ ജോബി ചുവന്നമണ്ണ് സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ ജോബിയുടെ കാലിന് പരിക്കേറ്റു. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തായിരുന്നു അപകടം. എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ജോബിയുടെ കാറിന് പുറകിൽ അമിത വേഗതയിലെത്തിയ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ജോബിയുടെ കാർ മുന്നിലുള്ള 2 വാഹനങ്ങളിൽ ചെന്നിടിച്ചു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിൽ ജോബിയുടെ കാർ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽപ്പെട്ട കാർ ക്രെയിൻ എത്തിച്ചാണ് മാറ്റിയത്. ദേശീയപാതയിൽ പോട്ട മുതൽ അങ്കമാലി വരെ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നു.
രാവിലെ മുതൽ രോഗികളുമായി പോയിരുന്ന ആംബുലൻസ് അടക്കമുള്ളവ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് മറ്റ് സമാന്തര റോഡുകളെയും ബാധിച്ചു. അവധികൾ കഴിഞ്ഞുള്ള ദിവസത്തെ തിരക്കിനോടൊപ്പം മുരിങ്ങൂർ പൊങ്ങം പ്രദേശത്തെ അടിപ്പാത നിർമ്മാണത്തിലെ സ്തംഭനാവസ്ഥയാണ് രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ഇടയാക്കിയത്. മുരിങ്ങൂരിൽ നിന്ന് ചെറുവാഹനങ്ങൾ ഇടവഴിയിലൂടെ കടത്തിവിട്ടെങ്കിലും അതൊന്നും ഗതാഗതക്കുരുക്കിനെ അയവ് വരുത്തിയില്ല. സ്കൂൾ കോളേജ് വാഹനങ്ങളും കുരുക്കിൽപ്പെട്ട് നിരത്തിൽ കിടന്നു. തൃശൂർ കുന്നംകുളം റോഡിൽ പുഴയ്ക്കലിലും മുതുവറയിലും വൻ ഗതാഗതക്കുരുക്ക്. പുഴയ്ക്കൽ പാലത്തിലും മുതുവറയിലും ഏതാനും ദൂരം ഒരു വശത്ത് മാത്രമാണ് ഗതാഗതം അനുവദിച്ചിട്ടുള്ളത്. ഇതിനാലാണ് കുരുക്ക് രൂപപ്പെട്ടത്. മറുഭാഗത്തെ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തിയിരിക്കുകയാണ്. ഈ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല. മഴ കനക്കുമ്പോൾ കുരുക്ക് കൂടുതൽ രൂക്ഷമാകും. അയ്യന്തോൾ ഭാഗത്തു നിന്ന് കുന്നംകുളത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ നീണ്ട നിര പുഴയ്ക്കലിൽ പതിവാണ്. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവിന്റെ സംസ്കാരം തൃശൂർ മുണ്ടൂരിൽ നടന്നു. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച CP ചാക്കോയുടെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളി സെമിത്തേരിയിലാണ് സംസ്കരിച്ചത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷൈനെയും അമ്മ മരിയ കാർമലിനെയും രാവിലെ ആംബുലൻസിൽ വീട്ടിലെത്തിച്ചിരുന്നു. ഇടുപ്പെല്ലിന് സാരമായി പരിക്കേറ്റ മരിയയെ സ്ട്രക്ചറിൽ കിടത്തിയാണ് ഉറ്റപാതിയുടെ ചേതനയേറ്റ ശരീരം കാണിച്ചത്. വീട്ടിലെ പൊതുദർശനത്തിനും അന്ത്യശുശ്രൂഷകൾക്കും ശേഷം വിലാപയാത്രയായിട്ടാണ് മൃതദേഹം പള്ളിയിലെത്തിച്ചത്. തോളിന് പരിക്കേറ്റ ഷൈനും അമ്മയും ആംബുലൻസിൽ മൃതദേഹത്തെ അനുഗമിച്ചു. ഷൈൻ അടക്കമുള്ള പ്രിയപ്പെട്ടവരുടെ അന്ത്യചുംബനം ഏറ്റുവാങ്ങി ചാക്കോ ഓർമ്മയിലേക്ക് മറഞ്ഞു. വീട്ടിലും പള്ളിയിലുമായി അന്തിമോപചാരമർപ്പിക്കാൻ ചലച്ചിത്ര, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ നിരവധി പേരാണ് എത്തിയത്. സംവിധായകൻ കമൽ, നടന്മാരായ ടൊവിനോ, സൗബിൻ, ടിനി ടോം, സ്ഫടികം ജോർജ്, നടി അൻസിബ, MLA സേവ്യർ ചിറ്റിലപ്പിള്ളി ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഷൈനെയും അമ്മയെയും ആശുപത്രിയിലേക്ക് മാറ്റി. TCV തൃശൂർ. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് മലമ്പാമ്പിന്റെ കുഞ്ഞിനെ പിടികൂടി. കിഴക്കേക്കോട്ടയിലാണ് സംഭവം. പിൻസീറ്റിന്റെ സൈഡിലെ കമ്പിയിലാണ് പാമ്പ് തൂങ്ങിക്കിടന്നിരുന്നത്. ഫോറസ്റ്റ് വാച്ചർ എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പതിനഞ്ച് വയസ്സുകാരിയെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പെരുമ്പിലാവ് സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരട്ടിക്കര പ്രിയദർശിനി നഗറിൽ താമസിക്കുന്ന ആനപ്പറമ്പിൽ വീട്ടിൽ റഷീദിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ വാഹനത്തിൽ കുട്ടിയെ കയറ്റിക്കൊണ്ടുപോയതിനു ശേഷം ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചും പിന്നീട് വാഹനത്തിൽ വെച്ചും ലൈംഗികാതിക്രമം നടത്തിയതായാണ് പരാതി. സംഭവം കുട്ടി അധ്യാപകരോട് പറഞ്ഞതോടെ അധ്യാപകർ ചൈൽഡ് ലൈനിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാലക്കലിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണത്തിന് ശ്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. ഗുരുവായൂർ അരിയന്നൂർ സ്വദേശി പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ ഷനജാണ് അറസ്റ്റിലായത്. ഈ മാസം 3-നായിരുന്നു മോഷണശ്രമം നടന്നത്. ഷനജിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി 5ഓളം ക്രിമിനൽ കേസുകളുണ്ട്. മോഷ്ടിക്കാൻ കയറിയ വീട്ടിൽ ഇയാൾ മൊബൈൽ ഫോൺ മറന്നുവെച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ചെളി നിക്ഷേപിച്ച് BJPയുടെ പ്രതിഷേധം. കോട്ടം മാട്ടുമൽ റോഡിന്റെ ശോചനീയാവസ്ഥ അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ നിന്നുള്ള ചെളി ശേഖരിച്ച് പഞ്ചായത്തിന് മുൻപിൽ നിക്ഷേപിച്ചത്. ചിറക്കൽ പാലം പണിയുടെ ഭാഗമായി തൃപ്രയാർ ചേർപ്പ് റോഡ് താൽക്കാലികമായി അടച്ചതോടെ പ്രദേശത്തുള്ളവർക്ക് ചേർപ്പ് തൃശൂർ ഭാഗത്തേക്ക് പോകാനുള്ള ഏക മാർഗമാണ് കോട്ടം മാട്ടുമൽ റോഡ്. ഇതാണ് കാൽനട പോലും സാധ്യമാകാത്ത വിധത്തിൽ തകർന്ന് ചെളിക്കുണ്ടായി മാറിയത്. പ്രതിഷേധ സമരം BJP തൃശൂർ സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി AR അജി ഘോഷ് ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവൻ ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ചു. BJP മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ചേർപ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി കളരിക്കൽ, മണ്ഡലം ട്രഷറർ ബിന്ധ്യ കണ്ണൻ, മണ്ഡലം സോഷ്യൽ മീഡിയ കൺവീനർ നിഖിൽ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതീഷ് പൊറ്റേക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ വീണ്ടും ശക്തമാകും.
19 വരെ എല്ലാ ജില്ലകളിലും സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിക്കാനിടയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ മുതൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലുമാണ് മഴ ശക്തി പ്രാപിക്കുക. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ഇതേസമയം പരമ്പരാഗത മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. തോണിയിലും ഇൻബോർഡ് വള്ളങ്ങളിലും മീൻ പിടിക്കാം. ട്രോളിംഗ് കാലയളവിൽ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. കേരള തീരം വിടണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഇതര സംസ്ഥാന മത്സ്യബന്ധന ബോട്ടുകൾ സംസ്ഥാനത്ത് നിന്ന് മടങ്ങി. വിഴിഞ്ഞത്ത് കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ കടലിൽ മറിഞ്ഞതിനു ശേഷം മത്സ്യബന്ധന മേഖല പ്രതിസന്ധിയിലായിരുന്നു. ട്രോളിംഗ് നിരോധന കാലയളവ് എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജലനിരപ്പ് ഉയർന്നതിനാൽ പൂമല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകളാണ് ഉച്ചയ്ക്ക് തുറന്നത്. മലവായ തോടിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. ചേലക്കര ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രിയിലാണ് തോന്നൂർക്കര തോട്ടേക്കാട് ഏമൂർക്കാവ് പരിസരത്ത് കാട്ടാന ഇറങ്ങിയത്. മേഖലയിൽ പതിവായി കാട്ടാന ഇറങ്ങുന്നതിനാൽ ഭീതിയിലാണ് പ്രദേശവാസികൾ. PTA-യും എയ്ഡഡ് കോളേജ് മാനേജ്മെന്റും വിവരാവകാശ പരിധിയിൽ ഉൾപ്പെടുത്തി വിവരാവകാശ കമ്മീഷൻ. കോഴിക്കോട് മീൻചന്ത ആർട്സ് കോളേജിലെ തർക്കവുമായി ബന്ധപ്പെട്ടാണ് കമ്മീഷൻ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയത്. PTA വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. 7 വയസ്സുകാരി തപസ്യയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരം മൈ മാജിക് പെൻസിൽ തൃശൂരിൽ പ്രകാശനം ചെയ്തു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ എഴുത്തുകാരൻ ആശാ മേനോനെ കൈമാറി പ്രകാശനം നിർവഹിച്ചു. സുനീഷ് നീതു ദമ്പതികളുടെ മകളായ തപസ്യയുടെ 2ാം കവിതാ സമാഹാരമാണ് മൈ മാജിക് പെൻസിൽ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കളഞ്ഞുകിട്ടിയ സ്വർണ്ണ ചെയിൻ ഉടമസ്ഥന് തിരിച്ചു നൽകി മണലിത്തറയിലെ കൊച്ചുമിടുക്കി അനിക. ചെങ്ങാലി കിഴക്കൂട്ട് അനുരാജിന്റെ ഭാര്യ മാളവികയുടെ കളഞ്ഞുപോയ 1 പവൻ സ്വർണ്ണ കൈച്ചെയിനാണ് തിരിച്ചു നൽകിയത്. വഴിയിൽ നിന്നും കളഞ്ഞുകിട്ടിയ ചെയിൻ അനിക വീട്ടിലേൽപ്പിക്കുകയായിരുന്നു. അനികയും പിതാവ് പ്രതീഷും ചേർന്ന് സ്വർണ്ണ ചെയിൻ ഉടമസ്ഥർക്ക് കൈമാറി. കേരയിൽ വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ശ്രീധരൻ തയ്യാറാക്കിയ പ്രൊജക്ട് റിപ്പോർട്ട് കത്തിച്ച് പ്രതിഷേധിക്കുമെന്ന് ജില്ലാ കമ്മിറ്റി അറിയിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടക്കുന്ന സമരം സാമൂഹ്യ പ്രവർത്തക കുസുമം ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പൊതുമരാമത്ത് റോഡ് നിർമ്മാണത്തിനിടയിൽ തകർന്ന കാന പുനർനിർമ്മിക്കാത്തതിൽ തരിശുകിടക്കുന്ന പാടത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നു. അഷ്ടമിച്ചിറ വടമ റോഡിനോട് ചേർന്നുള്ള പാടത്താണ് മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം പരക്കുന്നത്. പ്രശ്നം പരിഹരിക്കുന്നതിൽ പൊതുമരാമത്ത് വകുപ്പും പഞ്ചായത്തും ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം. റോഡ് നിർമ്മാണത്തിനിടയിൽ തകർന്ന കാന പുനർനിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് ഫണ്ടില്ലെന്ന കാരണമാണ് ഉദ്യോഗസ്ഥർ ഉയർത്തുന്നത്. കാന നിർമ്മാണത്തിന് പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയിരുന്നുവെങ്കിലും ഫണ്ടില്ലെന്ന കാരണത്താൽ നിരസിക്കുകയായിരുന്നു. വെള്ളം ഒഴുക്കിവിടാൻ 50 മീറ്റർ നീളത്തിൽ 1 അടി വീതിയിൽ മാത്രമാണ് കാന ആവശ്യമുള്ളത്. വെള്ളക്കെട്ട് സംബന്ധിച്ച് കഴിഞ്ഞ വർഷമാണ് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചത്. റോഡ് നിർമ്മാണത്തിനിടയിൽ തകർന്ന കാന പുനഃസ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പും കരാറുകാരനും തയ്യാറാകാത്തത് കാരണം 1 ഏക്കറോളം പാടത്താണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. സ്റ്റേറ്റ് ഹൈവേക്ക് വേണ്ടി റോഡ് വീതി കൂട്ടിയപ്പോൾ PWD റോഡിന്റെ സൈഡ് ചേർന്നിട്ടുണ്ടായ കാന അവർ നിരത്തി. ഇപ്പോൾ ഈ വെള്ളം പോകുന്നതിനുള്ള കാന അടിയന്തരമായിട്ട് നടപ്പിലാക്കുകയും ആ കാന പുനഃസ്ഥാപിച്ചുകൊണ്ട് വെള്ളം ഒഴുകി പോകുന്നുള്ള സംവിധാനം PWD അടിയന്തരമായിട്ട് ചെയ്യണം. അവർ ഈ കാര്യത്തിൽ ഒരു താല്പര്യം കാണിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മൾ രേഖാമൂലം പരാതി കൊടുത്താൽ ഇതുവരെ ഒരു നടപടിയും ഇതൊന്നും ഉണ്ടായിട്ടില്ല. റോഡിനോട് ചേർന്നുള്ള പാടത്തെ വെള്ളക്കെട്ടിൽ മാലിന്യം തള്ളുന്നത് പ്രശ്നം ഗുരുതരമാക്കുന്നുണ്ട്. അനധികൃതമായ അറവുശാലയിലെ മാലിന്യം മുഴുവൻ ഈ വെള്ളത്തിലേക്കാണ് ഒരു തള്ളിവിടുന്നത്. യാതൊരു മാനദണ്ഡവും ഇല്ലാതെയാണ് ഇവിടെ അറവുശാല മാള പഞ്ചായത്തിൽ 6-ാം വാർഡിൽ ഈ അറവുശാല പ്രവർത്തിക്കുന്നത്.
മുൻപൊരു തവണ ഇവരോട് പഞ്ചായത്ത് ഇടപെട്ട് ഇവർക്ക് സ്വപ്നം കൊടുത്തിട്ടുള്ളതാണ്. പഞ്ചായത്ത് നോക്കൂത്തിയായിട്ട് ഇത് നോക്കി, കാരണം അടിയന്തരമായ നടപടി എടുത്തുകൊണ്ട് നിർത്തലാക്കണം ഈ പദ്ധതി. പകരം ശാസ്ത്രീയമായ രീതിയിൽ അറവശാല പഞ്ചായത്ത് പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ട നടപടികളാണ് ഉണ്ടാവേണ്ടത്. സമീപത്തെ വീടുകളിൽ താമസിക്കുന്നവർക്കും യാത്രക്കാർക്കും ഈ മലിനജലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന പരാതിയുണ്ടായിട്ടും പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഭയങ്കര മണമാണ്, ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. മാരകമായ രോഗങ്ങൾ വരും. അടുത്തുള്ള കിണറിലൊക്കെ ഇറങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. വെള്ളം ഞങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച് വെള്ളം കുടിക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ വീടാണ് ഇത്. ഇവിടുന്ന് താമസിക്കാനും പറ്റാണ്ട്, വെള്ളം ഉപയോഗിക്കാനും പറ്റാണ്ട് ഇവിടുന്ന് വാടകയ്ക്ക് വേറെ വീട്ടിലേക്ക് പോയി. ഭയങ്കര മണാണ്, ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കെടുക്കുക. TCV ന്യൂസ് മാള. കേരള പ്രവാസി സംഘം ചിറ്റാറ്റുകര മേഖലാ സമ്മേളനം കേരള പ്രവാസി സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശാലിനി ഉദ്ഘാടനം ചെയ്തു. RA അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. പ്രവാസികളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെ മണലൂർ ഏരിയ സെക്രട്ടറി AK ഹുസൈൻ ആദരിച്ചു. ഏരിയ പ്രസിഡന്റ് KV രാജേഷ്, PG സുബിദാസ്, KB ബിജു, MP കബീർ, BR സന്തോഷ്, KM മനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ 3 മുറി ആമത്തോട് പാലം മുതൽ ചേലക്കാട്ടുകര പാലം വരെയുള്ള ഭാഗത്ത് റോഡിനിരുവശത്തുമായി യാത്രക്കാർക്ക് ദുരിതമായി നിന്നിരുന്ന കുറ്റിച്ചെടികൾ CPI പ്രവർത്തകർ വെട്ടിനീക്കി. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ, മട്ടത്തൂർ ലോക്കൽ സെക്രട്ടറി VS ശ്രീജിത്ത്, KV ഉണ്ണികൃഷ്ണൻ, PR കണ്ണൻ, റോയ് കല്ലമ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി. മട്ടത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശതവൃക്ഷത്തൈ നടീലിന്റെ ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മട്ടത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നൈജോ ആൻഡോ, KSU ജില്ലാ സെക്രട്ടറി രഹൻ പള്ളത്തേരി തുടങ്ങിയവർ സംസാരിച്ചു. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ KPCC പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ള അനുസ്മരണം നടത്തി. അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K കുഞ്ഞുണ്ണി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തോളൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KG പോൾസൺ അധ്യക്ഷത വഹിച്ചു. PU ലിൻസൺ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, MV ജോസ്, പ്രിയ സുനിൽ, ഷീന വിൽസൺ, ലൈജു C എടക്കളത്തൂർ, ആനി ജോസ്, NP സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ഗുരുവായൂർ കുന്നംകുളം മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ KPCC മുൻ അധ്യക്ഷനും KPGD രക്ഷാധികാരിയുമായ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് അനുശോചന യോഗം ചേർന്നു. KPGD ജില്ലാ വൈസ് ചെയർമാൻ VK ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി. അഖിലേഷ് നായർ, രേണുക മേനോൻ, ശശിധരൻ വൈലത്തൂർ, VM രാജേഷ്, ശൈലജ വിശ്വനാഥൻ, ലോഹിതാക്ഷൻ ചന്ദ്രൻ, ജ്യോതികുമാർ എന്നിവർ സംസാരിച്ചു. അധ്യാപക തസ്തിക നിർണയത്തിന് ആധാർ നമ്പർ നിർബന്ധമാക്കരുതെന്നും EID നമ്പർ പരിഗണിക്കണമെന്നും കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. UID നമ്പർ ലഭിക്കുന്നതിന് സാങ്കേതിക തകരാർ മൂലം ഉണ്ടാകുന്ന കാലതാമസത്തിന് അധ്യാപകരെ ബലിയാടാക്കുന്ന തീരുമാനം നീതിയുക്തമല്ലെന്നും യോഗം ചൂണ്ടിക്കാട്ടി. AL സെബാസ്റ്റ്യൻ സ്ക്വയറിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗം KJ മോജോ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജൂഡി ഇഗ്നേഷ്യസ് അധ്യക്ഷത വഹിച്ചു. ഫെറിൻ ജേക്കബ്, ബാബു മാളിയേക്കൽ, EP ഡേവിസ്, ദീപക് V ഡൊമിനിക്, പിങ്കി സുഗത്, അനുമരിയ എന്നിവർ സംസാരിച്ചു. നഗരസഭാ പെൻഷൻകാർക്ക് പെൻഷനും പെൻഷൻ ആനുകൂല്യങ്ങളും നഗരസഭകളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നൽകുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളതെന്ന് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് ഫെഡറേഷൻ. പൊതുസർവീസിൽ മറ്റെല്ലാവർക്കും ശമ്പളവും പെൻഷനും സർക്കാർ നേരിട്ട് നൽകുമ്പോൾ നഗരസഭാ ജീവനക്കാരുടെ ചിറ്റമ്മ നയമാണ് സർക്കാർ പിന്തുടരുന്നതെന്നും ഫെഡറേഷൻ കുറ്റപ്പെടുത്തി. ഈ അവസ്ഥയ്ക്ക് പരിഹാരമായി സർക്കാർ നേരിട്ട് ട്രഷറി വഴി പെൻഷൻ നൽകണമെന്നും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാളെ ഫെഡറേഷന്റെ 10ാമത് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ കൊല്ലം തുളസിക്കുള്ള ആദരം വർഗീസ് നിർവഹിക്കും. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷൻ ഫെഡറേഷൻ പ്രസിഡന്റ് VN പുരുഷോത്തമൻ, ജനറൽ സെക്രട്ടറി K വിജയരാഘവൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി T ബാലൻ, ജനറൽ കൺവീനർ KK ശിവദാസ്, സെക്രട്ടറി P രാമദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം ശ്രീ കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്ര ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. കവയിത്രി മനീഷ, അഭിനേത്രി ശകുന്തള പ്രേമൻ, യോഗയിൽ മികവ് തെളിയിച്ച ആദിദേവ്, ഗായകൻ ശ്രീകാന്ത് എന്നിവരെ ആദരിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ അനീഷ്മ സനൂജ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് മനോജ് മേത്താനത്ത് അധ്യക്ഷത വഹിച്ചു. KS പ്രദീപ്, ദീപ ബാബു, കൃഷ്ണേന്ദു സുന്ദർ, KV രാമകൃഷ്ണൻ, ദീപ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പരീക്ഷകളിൽ മികവ് വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. മുല്ലശ്ശേരിയിൽ ക്ഷീരദിനാചരണവും അംഗൻവാടി കുട്ടികൾക്കുള്ള പാൽ വിതരണവും നടന്നു. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടന്ന ക്ഷീരദിനാചരണം മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ദിനേശ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീദേവി ഡേവിസ്, ഷീബ വേലായുധൻ, CDS ചെയർപേഴ്സൺ രജനി സജീവൻ, അസിസ്റ്റന്റ് സെക്രട്ടറി EJ റെജി, അധ്യാപിക MB സവിത എന്നിവർ സംസാരിച്ചു. YMCAയുടെ 181ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് YMCA തൃശൂർ സബ് റീജിയനും ഡോപ്പാനിറ്റ് കോച്ചിംഗ് സെന്ററും തൃശൂരിൽ സംയുക്തമായി SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും ആദരിച്ചു. അഭിനന്ദനീയം എന്ന പേരിൽ തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് എക്സൈസ് റേഞ്ച് ഓഫീസർ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. YMCA തൃശൂർ സബ് റീജിയണൽ മാനേജർ ജോൺസൺ മൊറോക്കി അധ്യക്ഷത വഹിച്ചു. ഡോപ്പ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർമാരായ ഡോക്ടർ നിയാസ് പാലോത്ത്, അഫ്സൽ സഫാൻ എന്നിവർ കരിയർ ഗൈഡൻസ് ക്ലാസുകൾ എടുത്തു. ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ, YMCA തൃശൂർ പ്രസിഡന്റ് ഷാജി ചെറിയാൻ, ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ മാനേജിംഗ് പാർട്ണർ ഡോക്ടർ AC ജോസ്, എബ്രോൺ സജി പാക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം വെള്ളിക്കുളങ്ങര മേഖലാ സമ്മേളനം കിഴക്കേ കോടാലി ഗ്രാമമന്ദിരത്തിൽ സംഘടിപ്പിച്ചു. കേരള പ്രവാസി സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി NB മോഹനൻ ഉദ്ഘാടനം ചെയ്തു. PC ഉമേഷ്, PK രാജൻ, പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി ജോഷി മഞ്ഞളി, ഷാജു കാവുങ്കൽ, ES സുരേഷ്, വിനോദ് ഊട്ടോളി, TK അസീൻ എന്നിവർ സംസാരിച്ചു. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച പിതാവിനെ മകൻ കരൾ പകുത്തു നൽകും. ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ വേണ്ടത് സുമനസുകളുടെ സഹായം. പോർക്കുളം കൊങ്ങണ്ണൂർ കല്ലായിൽ മാധവൻ മകൻ പ്രശാന്ത് കുമാറാണ് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ചികിത്സാ സഹായം തേടുന്നത്. സുമനസുകൾ സഹായിക്കണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ കുന്നംകുളത്ത് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായി വരുന്ന 45 ലക്ഷം രൂപ അടിയന്തരമായി സമാഹരിച്ചാൽ മാത്രമേ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലുമായി കഴിഞ്ഞ 30 വർഷമായി ഡ്രൈവറായി ജോലി ചെയ്തു വരുന്ന പ്രശാന്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇത്രയും വലിയ തുക കണ്ടെത്താൻ കഴിയില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച പ്രശാന്ത് കുമാറിന് കരൾ പകുത്തു നൽകുന്നത് മകനാണ്. സുമനസുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. സുമനസുകൾക്ക് യൂണിയൻ ബാങ്കിൻ്റെ കുന്നംകുളം ശാഖയിലെ 5508 02 01 00 14 674 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV കുന്നംകുളം. 23ാമത് ആറാട്ടുപുഴ ശ്രീ ശാസ്താ സംഗീതോത്സവത്തിന് അപേക്ഷ ക്ഷണിച്ചു. ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടത്തിവരാറുള്ള സംഗീതോത്സവം ഈ മാസം 24, 25, 26, 27 തീയതികളിൽ അരങ്ങേറും. സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം 24-ന് പ്രശസ്ത സംഗീതജ്ഞനും വീണാ വിദ്വാനുമായ A. അനന്തപത്മനാഭൻ നിർവഹിക്കും. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കുന്ന സംഗീത മണ്ഡപത്തിലാണ് സംഗീതാർച്ചന നടക്കുക. അർച്ചനയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്.
3 വർഷമായി യാത്രാ ദുരിതം തുടരുന്ന വെട്ടിക്കാട്ടിരി പാഞ്ഞാൾ റോഡിൽ വാഴ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പി അഖിലാഷ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം സെക്രട്ടറി ഇ അഭിജിത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വെട്ടത്ത്, മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ വാസുദേവൻ, മുൻ പഞ്ചായത്ത് അംഗം കെ കെ ഫസലു തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി തിരുവോണം നഗർ വേലാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സബ് ഇൻസ്പെക്ടർ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു. പൂര കമ്മിറ്റി പ്രസിഡന്റ് കാർത്തിക് അധ്യക്ഷനായി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശരത്, വാർഡംഗം കെ രാമചന്ദ്രൻ, ദുർഗാദാസ് പുളിയത്ത്, ലാൽകൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ഇതൾ ചാരിറ്റബിൾ ട്രസ്റ്റ് 1996 സർവോദയം SSLC ബാച്ച് 3ാം വാർഷികവും കുടുംബസംഗമവും സംസ്ഥാന ഭൂജല വകുപ്പ് അംഗം വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു. ഇതൾ പ്രസിഡന്റ് PG സനീഷ് അധ്യക്ഷത വഹിച്ചു. KV ആദിൽ, നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AM ജമീലാബി തുടങ്ങിയവർ സംസാരിച്ചു. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ വിദ്യാലയത്തിലും വീട്ടുമുറ്റത്തും മുന്തിരിത്തൈ പദ്ധതിക്ക് തുടക്കമായി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് മുന്തിരിത്തൈകൾ വിതരണം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് വാർഡ് മെമ്പർ ജീന അശോകൻ അധ്യക്ഷയായിരുന്നു. പ്രധാനാധ്യാപകൻ AD സാജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശില്പ ഷിജു, PTA പ്രസിഡന്റ് AR പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. ചേറ്റുവ മുതൽ അഴീക്കോട് വരെയുള്ള സ്കൂളുകളിൽ നിന്നുള്ള SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് സമ്മാനിച്ച് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. മതിലകം പുന്നക്ക ബസാറിൽ നടന്ന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരങ്ങളായ കുഞ്ചാക്കോ ബോബൻ, റഹ്മാൻ, മനോജ് K ജയൻ, കാവ്യ മാധവൻ, രമേശ് പിഷാരടി തുടങ്ങിയവർ സംസാരിച്ചു. ബെന്നി ബെഹ്നാൻ MP, രാജ്യസഭാ അംഗം JB മേത്തർ, NK അക്ബർ MLA, മുഹമ്മദ് അലി, TS പട്ടാഭിരാമൻ, മുഹമ്മദ് അലി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ബഹുമാനപ്പെട്ട ചെയർമാൻ മാത്രം എൻട്രി ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ നിന്നും ഗംഭീരമായ കൈയടികൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നക്ഷത്ര തിളക്കം അടുത്ത സ്കൂൾ ദയവായിട്ട് വേദിയിലേക്ക് വരും. സ്വാടാനപ്പള്ളിയിൽ നിന്ന് തിരിക്കുന്ന മലയാളത്തിലും മറ്റു ഭാഷകളിലെല്ലാം പ്രത്യേക ക്ഷണപ്രകാരം CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുള്ളത് രമേശ് ചേട്ടനും ഒക്കെ വലിയൊരു യെസ് പറയൽക്കായുള്ള നക്ഷത്ര തിളക്കം എഡ്യൂക്കേഷൻ എക്സലന്റ് സ്റ്റുഡൻസും ഇത് ചെയ്യുന്ന സ്റ്റുഡൻസ്. ഗ്രാമഭാരതി സേവാ സമിതി പാലുവ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. ഗ്രാമഭാരതി കാര്യാലയത്തിൽ സംഘടിപ്പിച്ച ആദരം ഗ്രാമഭാരതി രക്ഷാധികാരി റിട്ടയേർഡ് കേണൽ K കൃഷ്ണമേനോൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TR ഭരതൻ അധ്യക്ഷത വഹിച്ചു. ട്രെയിനർ സച്ചിൻ ബാബുവിന്റെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് ക്ലാസും ഉണ്ടായിരുന്നു. CV സുരേന്ദ്രൻ, CS ബിജു, PV രാമകൃഷ്ണൻ, PP ജിതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,955 രൂപ, പവന് 71,640 രൂപ, വെള്ളി ഗ്രാമിന് 117 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,891 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നഗരത്തിൽ കോർപ്പറേഷൻ ബിൽഡിംഗിലെ മേൽക്കൂര റോഡിലേക്ക് വീണ സംഭവത്തിൽ മേയറെ ഉപരോധിച്ച് കോൺഗ്രസും BJPയും. സമരത്തെ തുടർന്ന് മേയർ യോഗം പിരിച്ചുവിട്ടു. വെണ്ടൂരിൽ പുഴുവരിച്ച ഇറച്ചി വിൽപ്പന നടത്തിയ മാംസവിൽപ്പന കട പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ചേർന്ന് അടപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. വരന്തരപ്പള്ളിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കണ്ണാറ സ്വദേശി കുഞ്ഞുമോണിയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ചരട് വീടിന് പുറകിലുള്ള കുളത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കൊടകര നെല്ലായി ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ഡിവൈഡറിൽ ബൈക്ക് തട്ടി മറിഞ്ഞാണ് അപകടം. ചാലക്കുടി പോട്ട കവല ജംഗ്ഷനിൽ കാർ ഇടിച്ച് വയോധിക മരിച്ചു.
എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം. കൂടുതൽ കുട്ടികൾ ചികിത്സ തേടി. ഉപരോധ സമരം നടത്തിയ BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ദേശീയപാത ആമ്പല്ലൂരിലും കോട്ടയിലും വൻ ഗതാഗതക്കുരുക്ക്. വാഹനങ്ങൾ കുരുങ്ങിയത് മണിക്കൂറുകളോളം. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവിന്റെ സംസ്കാരം തൃശൂർ മുണ്ടൂരിൽ നടന്നു. വികാരഭരിതനായി ഷൈൻ ടോം ചാക്കോ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.